കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനി പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. ശ്രീ സീതാ ലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനി നമഃ. യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. അപ്പം നമ്മൾ 8ാം സർഗം നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മളെ മുഴുമിപ്പിച്ചു അല്ലേ, പൂർണ്ണമായി നമ്മുടെ. അപ്പോൾ അതിൽ എന്താ പറഞ്ഞ വെച്ചാൽ കാലതാമസമില്ലാതെ ലക്ഷ്മണനെ എന്നോടുകൂടി അയച്ചു. എന്നിട്ട് സാക്ഷാൽ ആദിശേഷൻ, അത് വിഭീഷണൻ പറയണം ഭഗവാനോടെ, ആദിശേഷൻ്റെ അവതാരമായിട്ട് ലക്ഷ്മണൻ ഇന്ദ്രജിത്തിനെ സംഹരിക്കും, എനിക്ക് യാതൊരു സംശയവുമില്ല. അങ്ങ് സാക്ഷാൽ ശ്രീനാരായണനാണ്, ലക്ഷ്മണൻ ആദിശേഷനാണെന്നൊക്കെ എനിക്കറിയാം. അപ്പോൾ അങ്ങ് ലോകത്തിലത്തെ സൃഷ്ടിസ്ഥിത്യാദികളാവുന്ന ലീലകളെ നടത്തുന്നതിൻ്റെ അധിപനാണ്. നിങ്ങൾ രണ്ടുപേരും ഇവിടെ മനുഷ്യരായി അവതരിച്ചിരിക്കുന്ന ഭൂമിഭാരത്തെ തീർക്കാനാണെന്ന് ഞാൻ മനസ്സിലാക്കണു എന്ന് വിഭീഷണൻ പറയുകയാണ്, വേഗം അയക്കാൻ ലക്ഷ്മണനെ കൂടെ അല്ലേ. അങ്ങനെയാണ് നമ്മൾ പിന്നെ 8ാം സർഗം അവസാനിപ്പിച്ചത്. ഇനി നമ്മൾ യുദ്ധകാണ്ഡത്തിലത്തെ 9ാം സർഗം ചെയ്യുകയാണ്. അപ്പോൾ അതിൽ എല്ലാ സർഗത്തിലത്തെയും പോലെ ശ്രീ മഹാദേവ ഉവാച, അതായത് ശിവൻ ശ്രീ പാർവതിയോട് പറയണതായിട്ടാണല്ലോ. അപ്പോൾ 3 ശ്ലോകം ഒന്നിച്ചാണ്. വിഭീഷണ വച ശ്രുത്വാ രാമോ വാക്യമഥബ്രവീദ് ജാനാമി തസ്യ രൗദ്രസ്യ മായാം കൃഷ്ണം വിഭീഷണ സഹി ബ്രഹ്മാസ്ത്രവിച്ഛൂരോ മായാവീ ച മഹാബല ജാനാമി ലക്ഷ്മണസ്യാഭി സ്വരൂപം മമ സേവനം ജ്ഞാത്വൈവാസമഹം തൂഷ്ണീം ഭവിഷ്യൽ കാര്യഗൗരവാദ് ഇത്യുക്ത്വാ ലക്ഷ്മണം പ്രാഹ രാമോ ജ്ഞാനവധം വര. വിഭീഷണവച ശ്രുത്വ, വിഭീഷണൻ്റെ വാക്കിനെ കേട്ടിട്ട് രാമ അഥവാക്യം അബ്രവീ, രാമൻ അനന്തരം ഈ വാക്യത്തെ പറഞ്ഞു. എന്താ പറഞ്ഞ്? വിഭീഷണ തസ്യ രൗദ്രസ്യ, ഹേ വിഭീഷണ, ആ രുദ്രമൂർത്തിയുടെ, ആ രൗദ്രൻ്റെ എന്താ കൃഷ്ണ മായാം, സമസ്ത മായയെ ജാനാമി, ഞാൻ അറിയുന്നു. രാവണൻ്റെ മായയൊക്കെ എനിക്കറിയാം, ഇന്ദ്രജിത്തിൻ്റെ മായയെ പറ്റിയിട്ടും എനിക്കറിയാം. ആ രൗദ്രൻ്റെ പറഞ്ഞപ്പെടെ ഇന്ദ്രജിത്തിൻ്റെ നാവും, ഇന്ദ്രജിത്തിൻ്റെ മായയെപ്പറ്റി എനിക്ക് നല്ല അറിയാം. സഹ ബ്രഹ്മാസ്ത്രവിദ് ശൂരഹി, അവനെ ബ്രഹ്മാസ്ത്രം അറിയാം ഉപയോഗിക്കാൻ, വളരെ ശൂര വീരപരാക്രമിയാണ്. മഹാബലഹ മായാവീചാഹി, മഹാബലവാനും മഹാമായാവിയുമാണ്. ലക്ഷ്മണസ്യ അപി സ്വരൂപം മമ സേവനം ജാനാമി, ലക്ഷ്മണൻ്റെ സ്വരൂപത്തെയും എൻ്റെ സേവനത്തെയും ഞാൻ അറിയുന്നുണ്ട്. ഭവിഷ്യൽ കാര്യഗൗരവം ജ്ഞാത്വ ഏവ, വരാൻ പോണ കാര്യത്തിൻ്റെ ഗൗരവത്തെ ആലോചിച്ചിട്ട് തന്നെയാണ് അഹം തൂഷ്ണീമാസ, ഞാൻ മിണ്ടാതിരുന്നത്. ജ്ഞാനവതാം വരഹ രാമ, ജ്ഞാനവാന്മാരിൽ ശ്രേഷ്ഠനായ രാമൻ ഇത് ഉക്ത്വ ലക്ഷ്മണം പ്രാഹ, ഇപ്രകാരം ഇങ്ങനെ പറഞ്ഞിട്ട് പിന്നെ ലക്ഷ്മണനോട് പറഞ്ഞു. അപ്പോൾ എന്താ പറയുക, ഇത് ശിവൻ ശ്രീപാർവതിയോട് പറയുകയാണ്, അതിൽ കോട്ട് ചെയ്യാണ് രാമനെ കേട്ടോ. ശിവൻ ശ്രീപാർവതിയോട് പറഞ്ഞു, ഇങ്ങനെ വിഭീഷണൻ പറഞ്ഞത് കേട്ടപ്പോൾ രാമൻ ഇതാണ് പറഞ്ഞത്. എന്നിട്ട് രാമനെ കോട്ട് ചെയ്യാണ്. എന്താണ് ശ്രീരാമൻ പറഞ്ഞ? ഹേ വിഭീഷണ, ആ മഹാഭയങ്കരനായിട്ടുള്ള ഇന്ദ്രജിത്തിൻ്റെ മായയെ മുഴുവനും എനിക്കറിയാം, എത്ര കഴിവുണ്ടെന്നൊക്കെ. അവൻ ബ്രഹ്മാസ്ത്രം അറിയുന്ന, അവന് ബ്രഹ്മാസ്ത്രം ഉപയോഗിക്കാൻ അറിയാം, പ്രയോഗത്തിൽ മഹാസമർത്ഥനാണ്, മഹാവീര ശൂര പരാക്രമിയാണ്. ലക്ഷ്മണൻ്റെ പിന്നെ ലക്ഷ്മണൻ എന്തിനാണ് അവതരിച്ചിരിക്കണമെന്നും എന്നെ ശുശ്രൂഷിക്കാനാണ് അനന്തൻ ആദിശേഷൻ ലക്ഷ്മണനായി അവതരിച്ചതും എനിക്കറിയാം. ഇനിമേൽ വരാൻ പോകുന്ന കാര്യത്തിൻ്റെ ഗൗരവത്തെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ലക്ഷ്മണൻ അതായത് എന്നെ നോക്കാൻ വേണ്ടിയിട്ട് 14 കൊല്ലം പിന്നെ ഭക്ഷണവും ഉറക്കവും ഇല്ലാണ്ടൊക്കെ 200 കാട്ടിൽ അന്ന് ഞാൻ അങ്ങനെ വേണ്ടാന്ന് പറയാത്തത് അതുകൊണ്ടാണ്. ഇങ്ങനൊരാവശ്യം ഉണ്ടാവും. 12 കൊല്ലം
ഉണ്ണയും ഉറങ്ങുകയും ചെയ്യാത്ത ആളൊക്കെ വധിക്കാൻ പറ്റുള്ളൂ എന്നുള്ളതുണ്ടല്ലോ ഇവിടെ. അപ്പോൾ അതൊക്കെ മനസ്സിൽ ഇനി വരാൻ അങ്ങനെ ഇന്ദ്രജിത്തിനെ വധിക്കേണ്ടി വരും ലക്ഷ്മണൻ എന്നൊക്കെ ആലോചിച്ചിട്ടാണ് അന്ന് ലക്ഷ്മണനോട് ഊണും ഉറക്കവും ഇല്ലാതിരിക്കണ്ട എന്ന് ഞാൻ പറയാത്തത്. വരും കാര്യമൊക്കെ എനിക്ക് ഭാവിയിൽ വരണതൊക്കെ അറിയാലോ, അതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ അന്ന് ലക്ഷ്മണൻ അത് ചെയ്തോളൂ, അല്ല പിന്നെ ഊണും ഉറക്കവും ഇല്ലാണ്ട് എന്നെ സേവിച്ചോളൂ എന്ന് ഞാൻ, അല്ലെങ്കിൽ ഊണും ഉറക്കവും ഇല്ലാതെ എന്നെ സേവിക്കണ്ടെന്ന് ഞാൻ പറയാത്തത് അതുകൊണ്ട് തന്നെയാണ്, എനിക്ക് ഈ വരാൻ പോകുന്ന കാര്യമൊക്കെ അറിഞ്ഞതുകൊണ്ട് തന്നെയാണ് എന്ന് വിഭീഷണനോട് രാമൻ പറഞ്ഞു. വിഭീഷണനോട് രാമൻ പറഞ്ഞു എന്ന് ശ്രീ മഹാദേവൻ ശ്രീ പാർവതിയോട് പറയണതാണ് അല്ലേ. ശ്രീ മഹാദേവ ഉവാച വിഭീഷണവച ശ്രുത്വാ രാമോ വാക്യമഥാബ്രവീത് ജാനാമി തസ്യ രൗദ്രസ്യ മായാം കൃഷ്ണം വിഭീഷണ സഹി ബ്രഹ്മാസ്ത്രവിച്ഛൂരോ മായാവീ ച മഹാബല ജാനാമി ലക്ഷ്മണസ്യാപി സ്വരൂപം മമ സേവനം ജ്ഞാത്വൈവാസമഹം തൂഷ്ണീം ഭവിഷ്യൽകാര്യഗൗരവാദ് ഇത്യുക്ത്വാ ലക്ഷ്മണം പ്രാഹ രാമോ ജ്ഞാനവതാംബര. ഇനി എന്താ 4 ശ്ലോകം കേട്ടോ, നോക്കാം ഓരോന്നായി ചെയ്യാൻ പറ്റും നോക്കട്ടെ. ഗച്ഛ ലക്ഷ്മണ സൈന്യേന മഹത ജഹിരാവണിം ഹനുമത് പ്രമുഖൈ സർവൈര്യൂഥപൈ സഹ ലക്ഷ്മണ. ലക്ഷ്മണ മഹതാ സൈന്യേന ചാലോ മഹത്തായ സൈന്യത്തോടും ലക്ഷ്മണനോട് പറയാണ്. ഹനുമൽ പ്രമുഖൈ അതായത് ഹനുമൽ പ്രമുഖൈ സർവൈഹി യൂഥഭൈ സഹ വലിയ സൈന്യത്തോടും ഹനുമാൻ മുതലായ സർവ്വസൈന്യാധിപന്മാരോടും കൂടി ഗച്ഛ പോയാലും ലക്ഷ്മണനോട് പോകാൻ പറഞ്ഞു. വിഭീഷണൻ പറഞ്ഞ പോലെ തന്നെ രാവണിം ജഹി രാവണപുത്രനായിട്ടുള്ള രാവണി പറഞ്ഞാൽ രാവണൻ്റെ മകനാണ് കേട്ടോ. രാവണിം ജഹി രാവണപുത്രനെ നിഗ്രഹിച്ചാലും സൈന്യേന സംവൃത വൃക്ഷരാജ അയം ജാംബവാൻ സൈന്യത്താൽ ചുറ്റപ്പെട്ട ഈ ഹൃക്ഷരാജാവായിട്ടുള്ള ഈ ജാംബവാനും സജീവൈഹി സഹ വിഭീഷണ ച മന്ത്രിമാരോടും വിഭീഷണനോടും ത്വാം നിന്നെ അഭിയാനം ചെയ്യും, അയക്കാം നിന്നെന്ന്. അഭിജ്ഞാസ അതായത് ഇനിയിപ്പോൾ ഇത് ഒന്നിച്ചെന്നേ പറ്റുള്ളൂ. അപ്പം ഞാൻ മറ്റേ ശ്ലോകം കൂടി വായിക്കാട്ടോ. ഗച്ഛ ലക്ഷ്മണ സൈന്യേന മഹതാ ജഹിരാവണിം ഹനുമൽ പ്രമുഖൈ സർവൈര്യൂഥപൈ സഹ ലക്ഷ്മണ. അതുവരെ പറയാൻ കഷ്ടിച്ചെന്തറിയോ, പിന്നെ ഹേ ലക്ഷ്മണ വമ്പിച്ച സൈന്യത്തോടും ഹനുമാൻ മുതലായിട്ടുള്ള വലിയ സേനാധിപന്മാരോടും കൂടിപ്പോയി എന്താ രാവണൻ്റെ പുത്രനായ ഇന്ദ്രജിത്തിനെ വധിച്ചാലും. അതാണ് ആദ്യത്തെ 4ാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം അതാണ്. ലക്ഷ്മണ ഞാൻ എൻ്റെ ഈ വമ്പിച്ച സൈന്യത്തിനെ തരാം, ആ സൈന്യത്തിനെയും ഹനുമാൻ മുതലായിട്ടുള്ള വലിയ വാനരാധിപന്മാരെയും കൂട്ടിപ്പോയിട്ട് രാവണൻ്റെ പുത്രനായ ഇന്ദ്രജിത്തിനെ വധിച്ചു വന്നാലും എന്നാണ് അതിൽ പറഞ്ഞത് കേട്ടോ. 5 ജാംബവാൻ ഹൃക്ഷരാജോയം സഹസൈന്യേന സംവൃത വിഭീഷണശ്ച സജീവൈ സഹ ത്വാം അഭിയാസ്യതി. പിന്നെന്താ പറയണറിയോ, ഞാൻ അതിന് പുറമേ ഹൃക്ഷരാജ അയം ജാംബവാൻ ഈ സൈന്യത്താൽ ചുറ്റപ്പെട്ട സൈന്യേന സംവൃത ഹൃക്ഷരാജ അയം ജാംബവാൻ സൈന്യത്താൽ ചുറ്റപ്പെട്ട രാജാവായ ഈ ജാംബവാനും പിന്നെയോ സജീവൈഹി സഹ വിഭീഷണ ച അതായത് പിന്നെ മന്ത്രിമാരോടും വിഭീഷണനോടും കൂടി ത്വാം നിന്നെ അഭിയാസിനി ഞാൻ നിന്നെ അയക്കാമെന്ന്. ഇങ്ങനെ വാനരസൈന്യവും പിന്നെ എന്താണ് ഹനുമാൻ മുതലായ സൈന്യാധിപന്മാരും നിൻ്റെ കൂടെ തന്നെ ഉണ്ട്. അതിന് പുറമേ ഞാൻ ഹൃക്ഷരാജാവായ ജാംബവാൻ സൈന്യത്തോടും വിഭീഷണൻ മന്ത്രിമാരോടും കൂടി നിന്നോടെ കൂടെ വരികയും ചെയ്യും. അതും വരുന്ന ജാംബവാൻ ഹൃക്ഷരാജോയം ഹൃക്ഷരാജനായ എന്താണ് ജാംബവാനും സഹസൈന്യേന സംവൃത സൈന്യങ്ങളാൽ ചുറ്റപ്പെട്ടുകൊണ്ട് വിഭീഷണനും സജീവൈഹി സഹ മന്ത്രിമാരോടും കൂടി ത്വാം അഭിയാസ്യതി അങ്ങയുടെ കൂടെ ഞാൻ അയക്കാം എന്ന് പറയുകയാണ്. അതായത് സൈന്യങ്ങളെയും ജാംബവാനെയും പിന്നെ വിഭീഷണനെയും മന്ത്രിമാരെയും ഒക്കെ അയക്കാമെന്ന്. അഭിജ്ഞസ്തസ്യ ദേശസ്യ ജാനാതി വിവരാണി സഹ രാമസ്യ വചനം ശ്രുത്വാ ലക്ഷ്മണസ്സ വിഭീഷണ. എന്നിട്ട് എന്താ പറയണേ,
അഭിജ്ഞഹസ അഭിജ്ഞനായ അവൻ തസ്യ ദേശസ്യ ആ ദേശത്തിൻ്റെ വിവരാണി, അതായത് എല്ലാം അറിയാം. പിന്നെ എന്താണ് വിഭീഷണ രാക്ഷസരാജ്യത്തിൻ്റെ എല്ലാ ഇൻഫ്രാസ്ട്രക്ചറും എവിടെ എന്താണെന്നൊക്കെ അറിയാലോ, അവിടെ ജനിച്ചു വളർന്ന ആളല്ലേ. ആ ദേശത്തിൻ്റെ വിവരങ്ങൾ ഉള്ളുകള്ളികളൊക്കെ അറിയാം. തസ്യ ദേശസ്യ ആ ദേശത്തിൻ്റെ വിവരാണി ഉള്ളിലത്തെ കാര്യങ്ങളൊക്കെ ജാനാദി അറിയുന്നു. രാമസ്യ വചനം ശ്രുത്വ രാമൻ്റെ വചനം അതായത് വാക്ക് കേട്ടിട്ട് സവിഭീഷണ ലക്ഷ്മണ വിഭീഷണോടുകൂടിയിരിക്കുന്ന ലക്ഷ്മണൻ എന്താ പറഞ്ഞതെന്ന് അടുത്ത ശ്ലോകത്തിലാട്ടോ. അതായത് എന്താ പറഞ്ഞാച്ചാൽ ഞാൻ വിഭീഷണനെയും മന്ത്രിമാരെയും കൂടി അയക്കാമെന്ന് പറഞ്ഞല്ലോ. എന്താ വിഭീഷണനെ അയക്കാൻ കാരണം വെച്ചാൽ ഈ രാക്ഷസരാജ്യത്തിൻ്റെ ഉള്ളുകള്ളികളൊക്കെ അറിയാലോ, അതുകൊണ്ട് ഞാൻ വിഭീഷണനെ അയച്ചാൽ നിനക്ക് ഉപകാരമാവും. എന്നിട്ട് ഇത് ഇങ്ങനെ ശ്രീരാമൻ പറഞ്ഞപ്പോൾ ലക്ഷ്മണൻ വിഭീഷണനോട് കൂടി നിൽക്കുന്ന ലക്ഷ്മണൻ ഇപ്രകാരം പറഞ്ഞു എന്നാണ് അടുത്ത ശ്ലോകം. അഭിജ്ഞസ്തസ്യ ദേശസ്യ ജാനാതി വിവരാണി സഹ രാമസ്യ വചനം ശ്രുത്വാ ലക്ഷ്മണ സ വിഭീഷണ 7 ജഗ്രാഹകാർമുകം ശ്രേഷ്ഠം അന്യത് ഭീമപരാക്രമ രാമപാദാംബുജം സ്പൃശ്യ ഹൃഷ്ട സൗമിത്രിരബ്രവീത്. അപ്പം എന്താ പറഞ്ഞത്, ലക്ഷ്മണൻ എന്താ പറഞ്ഞു വെച്ചാൽ ശ്രേഷ്ഠം അന്യത് കാർമുകം ഉത്കൃഷ്ടമായ മറ്റൊരു വില്ലിനെ ജഗ്രാഹ വേഗം ലക്ഷ്മണൻ ഒരു മടിയും കൂടാതെ വേറൊരു നല്ല മന്ത്രശക്തിയുള്ളൊരു വില്ലങ്ങോട്ട് എടുത്തു. ഭീമപരാക്രമ സൗമിത്രി ഭയങ്കരമായിട്ടുള്ള പരാക്രമിയാണ്. പരാക്രമത്തോടു കൂടിയ സുമിത്രാപുത്രൻ, അതായത് സൗമിത്രി വെച്ചാൽ സുമിത്രയുടെ മകനായിട്ട് ലക്ഷ്മണൻ. എന്താ കഥ, ആദിശേഷൻ്റെ അവതാരമല്ലേ, ദേഷ്യം വന്നിട്ടേ വേഗം ഭയങ്കര പരാക്രമിയായിട്ടുള്ള ആ ലക്ഷ്മണൻ രാമപാദാംബുജം സ്പൃശ്യ വേഗം രാമൻ്റെ പാതാരവിന്ദങ്ങൾ തൊട്ടിട്ട് ഹൃഷ്ട അബ്രവീത് വളരെ സന്തോഷമായിട്ട് പറഞ്ഞു. പോകാൻ സന്തോഷമാണ്. എന്താണ് അപ്പം ഈ എല്ലാ ശ്ലോകം കൂടി ഒന്നിച്ച് പറഞ്ഞാൽ അധികം ശരിയാവും. എന്താ വെച്ചാൽ, ഹേ ലക്ഷ്മണ, ഒരു കാര്യം പറയാൻ, ഞാൻ വമ്പിച്ച സൈന്യമുണ്ട് എനിക്ക്, ആ സൈന്യത്തിനെ വിട്ടുതരാം. ഹനുമാൻ മുതലായിട്ടുള്ള വാനരാധിപന്മാരെയും കൂടെ കൊണ്ടുപോയിക്കോളൂ. അങ്ങനെ പോയിട്ട് ഇന്ദ്രൻ്റെ പുത്രനായിട്ടുള്ള രാവണൻ്റെ പുത്രനായിട്ടുള്ള ഇന്ദ്രജിത്തിനെ നീ നിഗ്രഹിക്കൂ. നിൻ്റെ സഹായത്തിനായിട്ട് ഹൃക്ഷരാജാവായിട്ടുള്ള ജാമ്പവാനെയും സൈന്യത്തിനെ അയക്കാൻ പോരാത്തേന് വിഭീഷണനും മന്ത്രിമാരോടും കൂടി നിന്നോടൊരുമിച്ച് വരും. രാക്ഷസരാജ്യത്തെപ്പറ്റി നല്ല അറിവുള്ള വിഭീഷണൻ ആ നികുംഭില എന്ന സ്ഥലത്തിൻ്റെ ഉള്ളുകള്ളിയൊക്കെ അറിയണ ആളാണ്. ഈ യുദ്ധം നടക്കുന്ന സ്ഥലത്തിൻ്റെ രാമവാക്യം കേട്ടപ്പോൾ ലക്ഷ്മണന് സന്തോഷമായി. വിഭീഷണൻ്റെ ഒപ്പം വേഗം വേറൊരു നല്ല ശ്രേഷ്ഠമായിട്ടൊരു വില്ലെടുത്ത് അങ്ങോട്ട് പിടിച്ചു. ശത്രുക്കൾക്ക് ശരിക്കും പേടിയാവണ തരത്തിലുള്ള അതിപരാക്രമിയായിട്ടുള്ള ആ ലക്ഷ്മണൻ രാമപാതാരവിന്ദം സ്പർശിച്ചിട്ട് സന്തോഷത്തോടു കൂടി പറഞ്ഞു. അബ്രവീത് ആണ് നിർത്തിയത്. അപ്പം നമുക്ക് 8ലേക്ക് പോവാം. അത് ഞാൻ വായിച്ചില്ല 2 പ്രാവശ്യം, അതുകൊണ്ട് അദ്യ മൽ കാർമുകാൻ മുക്താഹ ശരാ നിർഭിദ്യ രാവണിം ഗമിഷ്യന്തി പാതാളം സ്നാതും ഭോഗവതീ ജലേ. അദ്യ ഇപ്പോൾ മൽ കാർമുകാത് എൻ്റെ കാർമുകത്തിൽ നിന്ന് മുക്താഹ ശര, അതായത് എൻ്റെ ആവനാഴിയിൽ നിന്ന് അല്ലെങ്കിൽ എൻ്റെ വില്ലിൽ നിന്ന് വിട്ട ശര വിടപ്പെട്ട ബാണങ്ങൾ രാവണപുത്രനെ പിളർന്നിട്ട്, അതായത് കൊന്നിട്ട് ഭോഗവതീ ജലേ സ്നാതും ഭോഗവതീ ജലത്തിൽ സ്നാനം ചെയ്യുവാനായിക്കൊണ്ട് പാതാളം ഗമിഷ്യന്തിഹി പാതാളത്തിലേക്ക് ഗമിക്കും നിശ്ചയം. നല്ല ധൈര്യമാണ്. അപ്പം എന്താ ലക്ഷ്മണൻ പറഞ്ഞ് ശ്രീരാമൻ്റെ കാല് തൊട്ട് നമസ്കരിച്ചിട്ട് എന്താ പറഞ്ഞറിയോ, ഇപ്പം ഞാൻ വില്ല് കുലച്ച് വലിച്ച് ഈ വിടുന്ന ഈ അമ്പുകളുണ്ടല്ലോ, അത് ഇന്ദ്രജിത്തിനെ പോയി വധിക്കുക മാത്രമല്ല, ഇന്ദ്രജിത്തിനെ പോയി വധിച്ചതിൽ പിന്നെ അതിൽ അത്ര ശക്തി ഉണ്ടാവുകൊണ്ട് അത് പാതാളത്തിലെ ഗംഗയായിട്ടുള്ള ഭോഗവതിയിൽ പോയി കഴുകാൻ തന്നെ ആ ശരം അവനവനെ വൃത്തിയാക്കാൻ വേണ്ടി പാതാളത്തെ ഗംഗയായിട്ടുള്ള ഭോഗവതിയിൽ കുളിക്കാനായിക്കൊണ്ട് ആ ലോകത്തിലേക്ക് പോകുന്ന അമ്പ്. എന്താ ലക്ഷ്മണൻ പറഞ്ഞ്,
ശ്രീരാമ ഭഗവാനെ ഒന്നുകൊണ്ടും ഭയക്കണ്ട, ഞാനിപ്പോൾ ദാ ഈ വില്ലങ്ങോട്ട് കൊലച്ച് വിട്ടാൽ അത് നേരെ നികുംഭില എന്ന് പറഞ്ഞ സ്ഥലത്താണ് പറഞ്ഞുവല്ലോ ഈ ഹോമമൊക്കെ ചെയ്യണതേ അല്ലേ. ആരാലും തോൽപ്പിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഹോമം ചെയ്യാണല്ലോ ഇന്ദ്രജിത്ത്. അപ്പം ആ ഹോമം പൂർണ്ണാക്കാൻ പിന്നെ ഹോമത്തിന് വിഘ്നം വരുത്തണം, അതിനു മുമ്പ് കൊല്ലണം എന്നാണല്ലോ പറഞ്ഞത്. അപ്പോൾ എന്താണ് ലക്ഷ്മണൻ പറഞ്ഞു, ഒന്നുകൊണ്ട് ഭയപ്പെടണ്ട, ഞാൻ ഈ വില്ല് കൊലച്ച് വലിച്ച് വിടുന്ന അമ്പുകളുണ്ടല്ലോ അത് ഇന്ദ്രജിത്തിനെ വധിക്കുക മാത്രമല്ല ചെയ്യുള്ളൂ. ഇന്ദ്രജിത്തിനെ വധിച്ചതിന് ശേഷം അതിൻ്റെ ശക്തി അടങ്ങാണ്ട് പാതാളത്തിലെ ഗംഗയാണ് ഭോഗവതി, ആ ഭോഗവതിയിൽ കുളിക്കാനായിട്ട് കൊണ്ടുപോകുമെന്ന്, മീൻസ് കഴുകാനേ കുളിക്കാനായിക്കൊണ്ട് ആ പാതാള ലോകത്തിലേക്ക് പോവും. അത്ര ശക്തി ഉണ്ടെന്ന് പറയുകയാണ്. അദ്യമൽ കാർമുകാൻ മുക്താഹ ശരാ നിർഭിദ്യ രാവണിയെ കീറി നിർഭിദ്യ പിന്നെ പിളർന്നതിന് ശേഷം, അതായത് ഇന്ദ്രജിത്തിനെ പിളർന്നതിന് ശേഷം ഗമിഷ്യന്തി പാതാളം, എന്തിന് പാതാളത്തിലേക്ക് പോവും, എന്തിന് സ്നാതും ഭോഗവതി ജലേ, പാതാളഗംഗയായ ഭോഗവതിയിൽ കുളിക്കാനായിട്ട് പോകുന്നു. 9 ഏവമുക്ത്വാ സ സൗമിത്രി പരിക്രമ്യ പ്രണമ്യ തം ഇന്ദ്രജിന്ന നിധനാകാംക്ഷി യയൗ ത്വരിത വിക്രമ. സഹ സൗമിത്രി, ആ സുമിത്രാപുത്രൻ, ഏവം ഉക്ത്വ ഇപ്രകാരം പറഞ്ഞിട്ട് തം പരിക്രമ്യ പ്രണമ്യ, അവനെ പ്രദക്ഷിണ നമസ്കാരം ചെയ്ത്, ആരെ ശ്രീരാമനെ, ഇന്ദ്രജിൻ നിധനാകാംക്ഷിം, ഇന്ദ്രജിത്തിനെ കൊല്ലാനുള്ള ആഗ്രഹത്തോടു കൂടിയവനായിട്ട്, ത്വരിത വിക്രമായയൗ, അതായത് നല്ല പരാക്രമിയായിട്ട് ഭയങ്കര വേഗം അവിടെ നിന്ന് പോയി. ഇങ്ങനെ പറഞ്ഞിട്ട് ലക്ഷ്മണൻ ശ്രീരാമനെ പ്രദക്ഷിണം ചെയ്ത് നമസ്കരിച്ചിട്ട് ഇന്ദ്രജിത്തിനെ വധിപ്പാനുള്ള അത്യധികം ആഗ്രഹത്തോടു കൂടി പരാക്രമത്തെ കാണിച്ചുകൊണ്ട് ബദ്ധപ്പാടോടുകൂടി പുറപ്പെട്ട് പോയി. ഏവമുക്ത്വാ സ സൗമിത്രി പരിക്രമ്യ പ്രണമ്യതം ഇന്ദ്രജിന്നിധനാകാംക്ഷി യയൗ ത്വരിത വിക്രമ. വാനരൈർബഹുസാഹസ്രൈർ ഹനുമാൻ പൃഷ്ഠതോന്വയാത് വിഭീഷണശ്ച സഹിതോ മന്ത്രിഭിസ്ത്വരിതം യയൗ. ബഹുസാഹസ്രൈഹി വാനരൈഹി, അനേകം 1000 വാനരന്മാരോടുകൂടി ഹനുമാൻ പൃഷ്ഠത പിന്നാലെ, ലക്ഷ്മണനും വിഭീഷണനും മുമ്പ് നടന്നപ്പോൾ ഹനുമാൻ അനവധി വാനര സൈന്യത്തോടു കൂടി പിന്നാലെ അന്വയാത് ഫോളോ ചെയ്തു, പിന്നാലെ പോയി. മന്ത്രിഭി സഹിത വിഭീഷണാച്ച, ആ മന്ത്രിമാരോടുകൂടി വിഭീഷണനും ത്വരിതം യയൗ, വേഗം പിന്നാലെ പോയി. എന്താ പറഞ്ഞ വെച്ചാൽ അനേകായിരം വാനന്മാരോടുകൂടി ഹനുമാനും മന്ത്രിമാരോടുകൂടി വിഭീഷണനും ലക്ഷ്മണനെ പിന്തുടർന്നു, പിന്നാലെ പോയി എന്ന്. ഇനി അപ്പം ഇത് വായിച്ച അടുത്തേക്ക് പോവാം. വാനരൈർ ബഹുസാഹസ്രൈർ ഹനുമാൻ പൃഷ്ഠതോന്വയാത് വിഭീഷണശ്ച സഹിതോ മന്ത്രിഭിസ്ത്വരിതം യയൗ. ഇനി നമുക്ക് 11, 12. ജാംബവൽ പ്രമുഖാ ഹൃക്ഷാഃ സൗമിത്രിം ത്വരയാന്വഗു ഗത്വാ നികുംഭിലാദേശം ലക്ഷ്മണോ വാനരൈ സഹ അപശ്യദ്ബലസംഘാതം ദൂരാദ്രാക്ഷസസങ്കുലം. ജാംബവത് പ്രമുഖ, ജാംബവാനും അതെ മുതലായ ഹൃക്ഷന്മാർ, അതെനിക്ക് തോന്നുന്നത് ഹൃക്ഷന്മാരെന്ന് പറഞ്ഞാൽ കരടിയെന്നുണ്ടേ, അതായത് ശരിക്കും കരടിയല്ല, ഈ കുരഞ്ഞനെ പോലുള്ള കരടിയാണ് ഹൃക്ഷന്മാർ. എന്തായാലും ഹൃക്ഷൻ എന്നാണ് പറയണത്, കരടിയെന്ന് നമുക്ക് പറയാം, അല്ലെങ്കിൽ കുരഞ്ഞെന്നും നമ്മൾ പറയാറുണ്ട്. ജാംബവൽ പ്രമുഖ, ജാംബവാൻ മുതലായ ഹൃക്ഷന്മാർ സൗമിത്രിം, സുമിത്രയുടെ പുത്രനെ മീൻസ് ലക്ഷ്മണനെ ത്വരയാ അന്വഗു, പിന്നാലെ അവരും പിന്തുടർന്നു, അനുഗമിച്ചു, ലക്ഷ്മണനെ അനുഗമിച്ചു. വാനരൈഹി സഹ, വാനരന്മാരോട് കൂടെ ഇവരെല്ലാവരും കൂടിയിട്ട് ലക്ഷ്മണനും പിന്നിലുള്ള ആയിരക്കണക്കിനുള്ള വാനരന്മാരും വിഭീഷണനും മന്ത്രിമാരും ഈ ജാംബവാനും ജാംബവാൻ്റെ സൈന്യവും എല്ലാവരും കൂടി നികുംഭിലാദേശം ഗത്വ, നികുംഭിലാദേശത്തെ പോയിട്ട് ലക്ഷ്മണൻ ദൂരത്തു നിന്ന് രാക്ഷസങ്കുലം ബലസംഘാതം, രാക്ഷസന്മാർ തിങ്ങിയിരിക്കുന്ന ആ സൈന്യത്തെ അപശ്യത്ത് ദർശിച്ചു. അവരങ്ങോട്ട് പോയപ്പോൾ അകലേന്ന് തന്നെ ലക്ഷ്മണനെ കാണാൻ പറ്റി. ഒരു സമുദ്രം പോലെ രാക്ഷസ സൈന്യം. എന്താ അറിയോ, ജാംബവാൻ മുതലായ ഹൃക്ഷന്മാർ വേഗം ലക്ഷ്മണനെ അനുഗമിച്ചു.
വാനന്മാരോട് കൂടി ചേർന്ന് നികുംഭിലയെന്ന് പറയപ്പെടുന്ന ആ ദേശത്തിലെത്തിയപ്പോൾ ലക്ഷ്മണൻ അകലെയെന്ന് തന്നെ രാക്ഷസന്മാർ നിറഞ്ഞ് തിങ്ങിയിരിക്കണ രാക്ഷസ സൈന്യത്തിനെ കണ്ടു. ജാംബവാൻ പ്രമുഖ ഹൃക്ഷ സൗമിത്രിം ത്വരയാന്വഗു ഗത്വാ നികുംഭിലാദേശം ലക്ഷ്മണോ വാനരൈ സഹ. ഇനി 12ൻ്റെ ഒരു വരിയും 13ഉം 14ഉം കൂടിയും ചെയ്യാം, അത് പറ്റും. ധനുരാനമ്യ സൗമിത്രിർ യത്തോ ഭൂരി വിക്രമ. ഇനി 13. അംഗദേന ച വീരേണ ജാംബവാൻ രാക്ഷസാധിപ തഥാ വിഭീഷണ പ്രാഹ സൗമിത്രിം പശ്യ രാക്ഷസാൻ യഥേതത് രാക്ഷസാനീകം മേഘശ്യാമം വിലോക്യതേ അസ്യാനീകസ്യ മഹതോ ഭേദനേ യത്നവാൻ ഭവ. ഭൂരിവിക്രമ സൗമിത്രി, അധികം പരാക്രമത്തോടു കൂടിയ സുമിത്രാപുത്രൻ അല്ലേ, ആ പരാക്രമശാലിയായിട്ടുള്ള ലക്ഷ്മണൻ ധനു ആനമ്യ വില്ല കുലച്ചിട്ട് യത്തഹ അഭൂത് നല്ല ജാഗ്രതയായിട്ട് നിന്നു. വീരേണ അംഗദേന ശൂരനായ അംഗദനോടുകൂടെ ജാംബവാനും തഥാ രാക്ഷസാധിപ വിഭീഷണ, അപ്പോൾ രാക്ഷസാധിപതിയായിട്ടുള്ള വിഭീഷണൻ സൗമിത്രിയും പ്രാഹ ലക്ഷ്മണനോട് പറഞ്ഞു. അവരൊക്കെ റെഡിയായിട്ട് നിന്നു യുദ്ധത്തിന്. ആ സമയത്ത് വിഭീഷണൻ പറഞ്ഞു, എന്താ, രാക്ഷസാൻ പശ്യ, നോക്കൂ, ആ രാക്ഷസന്മാരെയൊക്കെ നോക്കി കണ്ടോളൂ. മേഘശ്യാമം, മേഘം പോലെ കറുത്ത, ഏതത് രാക്ഷസാനീകം, ഈ രാക്ഷസന്മാർ വിലോക്യതേ, ഇത് മുഴുവൻ മഹതാസ്യ അനികസ്യ, മഹത്തായ ഈ സൈന്യത്തിൻ്റെ ഭേദനത്തിൽ യത്നവാൻ ഭവ, ഇപ്പം തന്നെ ഈ വലിയ രാക്ഷസ സൈന്യത്തെ ഭേദിക്കാൻ നോക്കുന്നു. എന്താ പറഞ്ഞാൽ, മഹാപരാക്രമശാലിയായിട്ടുള്ള ലക്ഷ്മണൻ വില്ല് കുലച്ച് പിടിച്ചിട്ട് നല്ല ജാഗ്രതയായിട്ട് നിന്നു. അപ്പം മഹാവീരനായ അംഗദനും ജാംബവാനും അതുപോലെ ജാഗ്രതയോട് കൂടിയിട്ട് എല്ലാ സൈന്യങ്ങളും, ജാംബവാൻ്റെ കൂടെയുള്ള സൈന്യങ്ങളും അംഗദനും ഒക്കെ റെഡിയായി നിന്നപ്പോൾ രാക്ഷസാധിപനായിട്ടുള്ള വിഭീഷണൻ ലക്ഷ്മണനോട് പറഞ്ഞു, ഇന്ദ്രജിത്തിനെ കണ്ടോ, ഇന്ദ്രജിത്തിനെ സംരക്ഷിച്ചുകൊണ്ട് നിൽക്കുന്ന ആ രാക്ഷസന്മാരെ നോക്കൂ. സമുദ്രം പോലെ ഇന്ദ്രജിത്തിൻ്റെ ചുറ്റും നികുംഭിലയിൽ ഇന്ദ്രജിത്ത് യാഗം ചെയ്യുമ്പോഴേ ഇന്ദ്രജിത്തിനെ സംരക്ഷിച്ചുകൊണ്ട് നിൽക്കുന്ന ആ രാക്ഷസന്മാരെ നോക്കി കണ്ടോളൂ ലക്ഷ്മണ. മേഘം പോലെ കറുത്ത നിറത്തിൽ കാണപ്പെടുന്ന ഈ മഹത്തായ രാക്ഷസൈന്യത്തെ പിളർന്ന് നശിപ്പിക്കാൻ ശ്രമിച്ചോളൂ എന്ന് പറഞ്ഞു. എന്നാലല്ലേ ഇന്ദ്രജിത്തിനെ കൊല്ലാൻ പറ്റൂ. ഇന്ദ്രജിത്തിൻ്റെ അടുത്തേക്ക് എത്തണ്ടേ, 4 പുറം സൈന്യങ്ങൾ വളഞ്ഞ് സുരക്ഷ. അപ്പം പറഞ്ഞു, ഈ രാക്ഷസ സമുദ്രത്തിനെ അങ്ങ് പിളർന്ന് അല്ലെങ്കിൽ അവരെ നശിപ്പിക്കാൻ ശ്രമിക്കാൻ തുടങ്ങിക്കോളൂ എന്ന് പറഞ്ഞു. എന്നാലല്ലേ ഇന്ദ്രജിത്തിനടുത്ത് എത്തുള്ളൂ, തുടങ്ങിക്കോളൂ ഇവരെ നശിപ്പിക്കാൻ എന്ന് പറഞ്ഞു. ആരാ? വിഭീഷണൻ. ധനുരാനമ്യ സൗമ്യത്തിൽ യത്തോഭൂത് ഭൂരി വിക്രമ. 13. അംഗദേന ച വീരേണ ജാംബവാൻ രാക്ഷസാധിപ തഥാ വിഭീഷണ പ്രാഹ സൗമിത്രിം പശ്യ രാക്ഷസാൻ യഥേതത് രാക്ഷസാനീകം മേഘശ്യാമം വിലോക്യതേ അസ്യാനീകസ്യ മഹതോ ഭേദനേ യത്നവാൻ ഭവ. 15ഉം 16 ഒരു വാരിയും കൂടിയും ചെല്ലാം. രാക്ഷസേന്ദ്രസുതോപ്യസ്മിൻ ഭിന്നേ ദൃശ്യോ ഭവിഷ്യതി അഭിദ്രവാശു യാവദ്വൈ നൈതത്കർമ്മ സമാപ്യതേ ജഹി വീരദുരാത്മാനം ഹിംസാ പരമധാർമ്മികം. അസ്മിൻ ഭിന്നെ, ഈ സൈന്യത്തിനെ ഭേദിപ്പിക്കാൻ രാക്ഷസേന്ദ്രസുത രാക്ഷസരാജാവിൻ്റെ പുത്രനും ദൃശ്യ ഭവിഷ്യതി, ദർശിക്കപ്പെടുവാൻ യോഗ്യനായി ഭവിക്കും. യാവത് ഏതത് കർമ്മ ന സമാപ്യതേ, ഈ കർമ്മം പൂർത്തിയാകുന്നതിന് മുമ്പേ ആശു അഭിദ്രവ, വേഗം എതിരിട്ട് ചെന്നാലും, അതായത് യാഗം ചെയ്യണേ, ഹോമം ചെയ്യണേ, അത് മുഴുവനേക്കാൻ സമ്മതിക്കരുതെന്ന്. വീര, ഹേ ശൂര. അപ്പോൾ എന്താ പറഞ്ഞു വെച്ചാൽ, ഈ ആരാണ് ഇന്ദ്രജിത്ത് ചെയ്യണ ആ ഹോമം കഴിയണതിന് മുമ്പേ ആശു അഭിദ്രവ, വേഗം ചെന്നാലും, വീര, ഹേ ശൂര, ഹിംസാപരം അധാർമികം ദുരാത്മാനം, ഹിംസയിൽ വളരെ താല്പര്യമുള്ളവനാണ്,
അധർമ്മിഷ്ഠനാണ്. അങ്ങനത്തെ ആ ദുഷ്ടനെ ജഹി ഹനിച്ചാലും എന്താ പറഞ്ഞ, ഈ രാക്ഷസ സൈന്യത്തെ പിളർന്നാൽ, ഈ രാക്ഷസ സൈന്യത്തിന് മുഴുവനെ നമ്മളെ പിളർന്ന് അകത്തേക്ക് എത്തണേ, പിളർന്നാൽ ഈ മുമ്പിലുള്ള രാക്ഷസ സമുദ്രത്തിനെ കടന്നാൽ രാവണപുത്രനായിട്ടുള്ള ഇന്ദ്രജിത്തിനെ നിനക്ക് കാണാൻ കഴിയും. അവൻ നടത്തുന്നുണ്ട് ഇപ്പോൾ ഒരു ഹോമം. അത് പൂർത്തിയാകുന്നതിന് മുമ്പ് ആ സൈന്യത്തിൻ്റെ നേരെ പാഞ്ഞു ചെന്ന് സൈന്യത്തിനെ മുഴുവൻ കൊന്ന്, അല്ലെങ്കിൽ സൈന്യത്തിൻ്റെ ഉള്ളിൽ കൂടെ അതിക്രമിച്ച് അവരെ കൊന്നും മാറ്റിയും അതിക്രമിച്ച്, ഹേ ശൂരനായ ലക്ഷ്മണ, ആ പരദ്രോഹിയായിട്ടുള്ള അധർമ്മിഷ്ഠനായിട്ടുള്ള ആ ദുഷ്ടനെ വധിച്ചാലും എന്ന് വിഭീഷണൻ പറയാണ്. ആരോട്? ലക്ഷ്മണനോട്. വേഗം ആ രാക്ഷസ ഒരു സമുദ്രമാണ് മുമ്പിൽ കാണുന്നത്, അതിനെ മറികടന്നിട്ട് കുറേ കൊന്നിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടുമൊക്കെ ആ രാക്ഷസ സമുദ്രത്തിനെ മറികടന്നാൽ നിനക്ക് ഇന്ദ്രജിത്ത് അവിടെ ഹോമം ചെയ്യുന്നത് കാണാൻ കഴിയും. ഇന്ദ്രജിത്തിനെ ആ ഹോമം മുഴുവനാക്കാൻ പൂർണ്ണമാക്കാൻ സമ്മതിക്കരുത്. അത് പൂർണ്ണമാകുന്നതിന് മുമ്പ് തന്നെ ഈ സൈന്യത്തിന് നേരെ പാഞ്ഞു ചെല്ലൂ. ഹേ ശൂരനായ ലക്ഷ്മണ, പരദ്രോഹിയും അധർമ്മിഷ്ഠനും ആയിട്ടുള്ള ആ ദുഷ്ടനെ വേഗം വധിച്ചാലും എന്ന് പറഞ്ഞ് നമുക്കിന്നിവിടെ നിർത്താം. അപ്പം ഞാൻ 15ഉം 16ഉം 14ത്തെ ഒരു വരിയുണ്ട്, അതും 15ഉം 16ഉം വായിച്ച് നിർത്താം. രാക്ഷസേന്ദ്രസുതോപ്യസ്മിൻ ഭിന്നേ ദൃശ്യോ ഭവിഷ്യതി അഭിദ്രവാശു യാവദ്വൈ നൈതൽ കർമ്മ സമാപ്യതേ ജഹി വീരദുരാത്മാനം ഹിംസഃ പരമധാർമ്മികം. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ സീതാലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ. ഗുരുവായൂരപ്പ ശരണം.